ഹലോ, ഹായ്, പ്രൈസ് ഹലോ. ഈ സമയത്ത് ഫേസ്ബുക്കിലൂടെ എന്നെ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിൽ വന്ദനം ചൊല്ലുന്നു. ഞാൻ പാസ്റ്റർ സോളമൻ കോട്ടയം. അതിപ്രധാനമായ ഒരു വിഷയത്തിന് മറുപടിയുമായിട്ടാണ് ഞാൻ ഈ ലൈവിൽ വന്നിരിക്കുന്നത്. ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ഫേസ്ബുക്കിലൂടെ എൻ്റെ പ്രോഗ്രാമുകളൊക്കെ, എൻ്റെ എന്നല്ല ഞങ്ങളുടെ പ്രോഗ്രാമുകളൊക്കെ കാണുകയും ഞങ്ങളെ വീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന എൻ്റെ നല്ലവരായ, ഒത്തിരി എന്നെ സ്നേഹിക്കുന്ന, നമ്മളെ പ്രാർത്ഥനയിൽ ഓർക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവർ ഈ മാധ്യമം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മുഖേന എനിക്ക് ലഭിക്കുവാൻ തക്കോണമിടയായി തീർന്നു. എൻ്റെ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹത്തിന് കാരണമാണ്. ഇപ്പോൾ ഈ ലൈവിൽ വന്നതിൻ്റെ ഉദ്ദേശം, ഈ ഓൺ വോയിസിൽ വരാൻ കാര്യം, ഇപ്പോൾ എനിക്കെതിരായി വളരെ ശക്തമായ ഒരാരോപണം ഇങ്ങനെ ഇതിനോടകം നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുകയാണ്. അത് ടി വിയിലൂടെയും അതുപോലെ എന്താ പറയുക, യൂട്യൂബിലൂടെ ഇതിനോടകം പലയിടത്തും ഇത് പുറത്തു വന്നു കഴിഞ്ഞു. പലരും വിളിച്ചു ചോദിക്കുന്നു, എന്താണ് ഈ സംഭവം, എന്താണ് ഇതിൻ്റെ കാര്യം എന്നൊക്കെ വിളിച്ചു ചോദിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ ഞാൻ ഈ വിഷയം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്ന വിഷയമാണ്. കാരണം ഇന്ന് രാവിലെ ഞാൻ ഫേസ്ബുക്ക് തുറന്ന് എൻ്റെ ഹൃദയത്തിൽ തോന്നിയ ഒരു വാക്യം ഞാനിങ്ങനെ എഴുതിയിട്ടു: ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് ആര് പ്രതികൂലം. അപ്പോൾ ആ വാക്യം എഴുതിയിട്ടത് രാവിലെയാണ്. അപ്പോൾ ഈ വാർത്ത ഞാൻ ശരിക്കും പറഞ്ഞാൽ കേൾക്കുന്നത് ഒരു 10-10:30 ആയപ്പോഴാണ്. വെളുപ്പിനെയാണ് ഞാൻ ആ ഫേസ്ബുക്കിൽ ആ വാക്യം കുറിച്ചിടുവാനിടയായത്. അതെ, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാരെ. ഞാൻ ചില പരാമർശങ്ങൾ ചില ചാനലുകൾക്കെതിരെ നടത്തിയതിന് വിപരീതമായിട്ട് ശക്തമായിട്ട് എനിക്കെതിരെ തളർത്തിക്കളയാൻ, ഈ പുറത്തു മാത്രമല്ല അകത്തും പുറത്തും എന്നെ ഒതുക്കിക്കളയണമെന്നുള്ളൊരു ലക്ഷ്യത്തോടുകൂടെ ശക്തമായി നിലനിൽക്കുന്ന ഒരു വെല്ലുവിളി ഇപ്പോൾ പ്രബലമായിക്കൊണ്ടിരിക്കുക. പക്ഷെ ദൈവവും വാകയും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം ഇതെല്ലാം അറിയുന്നു. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവിനെ ശിക്ഷിക്കട്ടെ. ഇവിടുത്തെ നിയമത്തിന്റെ വ്യവസ്ഥിതികൾ അല്ലെങ്കിൽ ആ നിയമം അനുശാസിക്കുന്ന എന്ത് ശിക്ഷാവിധിക്കും ഞാൻ അർഹനാണ്. പക്ഷെ ഒരു കാര്യം പുറകോട്ടില്ല, വെച്ച കാര്യം പുറകോട്ട് വെക്കുകയല്ല. കർത്താവിന് നാമവുമായി തെരുവിൽ ഞങ്ങൾ ശക്തമായി നിന്നിട്ടുണ്ടെങ്കിൽ മുമ്പോട്ട് ഇനിയും കുതിക്കത്തേ ഉള്ളൂ. തളർത്താമെന്ന് ആരും വിചാരിക്കേണ്ട. കാരണം ദൈവം ഒരുവനെ ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. എൻ്റെ കൂടെയുള്ള പ്രിയപ്പെട്ടവരെ, എന്നോട് കൂടെയുള്ളവരുണ്ട്. അവരെൻ്റെ ആൽബിനെ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാം. കാരണം എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ ഒരു മക്കളെന്നൊക്കെ വേണമെങ്കിൽ പറയും. ഇവരൊക്കെ എന്നോട് കൂടെ എന്താ, ഞാൻ അവരെ അതുപോലെ കരുതുന്നത്. അപ്പം ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ സഹപ്രവർത്തകരാണ്. ഇവരെ കുഞ്ഞുങ്ങൾ ഇനിയുണ്ട്. അപ്പോൾ അവരൊക്കെ അപ്പം അടുത്ത ദിവസത്തെ വീഡിയോസിലൊക്കെ അവർ വരുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു പ്രോഗ്രാം നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളാണ് ഈ ഉണ്ടായിട്ടുള്ളത്. ഒരു കാലത്ത് നമ്മൾ ലോകത്തിന് മുമ്പാകെയൊക്കെ ജീവിച്ച് ഇപ്പോൾ കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ ഇതൊക്കെ എന്നോട് ചിലർ പറഞ്ഞായിരുന്നു. ചിലരൊക്കെ നോട്ടം ഇട്ടിട്ടുണ്ട്. ശക്തമായിട്ടുള്ള പണികളുണ്ടാകുമെന്ന് മനസ്സിലാക്കിയായിരുന്നു. പക്ഷെ ഇതിന്റെ പിന്നിൽ എന്നോടൊപ്പമുള്ളവർ പറയും. കാരണം ഇത് അവര് സാക്ഷികളാണ്. ആൽബിനെ, അന്ന് നമ്മള് മാവേലിക്കരയിലൊക്കെ പ്രോഗ്രാമിന് പോയ സമയത്ത് ഞാൻ നിങ്ങളെ വിട്ട് എങ്ങോട്ടേലും മാറിയായിരുന്നു? ഭാഷ നമ്മുടെ കൂടെ എല്ലാ ദിവസവും രാവിലെ ആണെങ്കിലും ഫുഡ് കഴിക്കുന്ന സമയത്താണെങ്കിലും ഞങ്ങളെല്ലാം ഒരുമിച്ചായിരുന്നു. നമ്മളെങ്ങും ഒരു ഒളിമറയോ ഒരു തിരുമറയോ ഒന്നും ഒരു കാര്യങ്ങൾക്കും. ഇതിനോട് പാസ്റ്റർ കൂടാതെ ഞങ്ങളുടെ മറ്റു 2 പാസ്റ്റർമാരും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം ഒരുമിച്ചായിരുന്നു. 2 പാസ്റ്റർമാരും ഒരു സഹോദരനും ഉണ്ടല്ലേ? നമ്മൾ 7 പേരുണ്ടായിരുന്നു അല്ലേ? 7 പേരായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. ഈ 7 പേരും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു താമസം, ഒരുമിച്ചായിരുന്നു കഴിച്ചത്, ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത്. ഞാനും കൂടെയുണ്ട്. എന്ത് പ്രശ്നം ഉണ്ടായിരുന്നു? പ്രൈസലോ ബ്രദറെ, അറിയാലോ, നിങ്ങൾക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാലോ നമ്മളൊക്കെ എങ്ങനെയാണ് കർത്താവിന്റെ വേലയിൽ നിൽക്കുന്നുള്ളത് അറിയാമല്ലോ. അപ്പം തകർത്ത് കളയാന്നുള്ളത്, ഇവനെ ഒട്ടച്ച് എന്നെ തകർത്ത് കളയാന്നുള്ളത്
ഇത് പുറത്തു നിൽക്കുന്നവർക്ക് മാത്രമല്ല, അകത്തുള്ള ചില ശക്തമായിട്ട് എൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുന്ന പലരെയും കണ്ടു. പക്ഷെ ഞാൻ ഒന്നിനും ഒരു കാര്യത്തിനും മറുപടി പറയാം. നേരത്തെ ഒന്നും അങ്ങനെ അല്ലായിരുന്നു. ഉരുളക്കുപ്പേരി പോലെ മറുപടി പറയായിരുന്നു, ചാടി എന്തുണ്ടേലും പറയായിരുന്നു. പക്ഷെ ഇപ്പൊ ദൈവം പഠിപ്പിച്ചൊരു കാര്യം, ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളിൽ നമ്മൾ വാചലിപ്പിച്ചാൽ പിന്നെ ദൈവം അതിനകത്ത് പ്രവർത്തിക്കത്തില്ല. അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം മാവേലിക്കലായിരുന്ന ആ ഒരു മീറ്റിങ്ങിനെ സംബന്ധിച്ചാണ്. ആ സമയത്ത് എൻ്റെ വൈഫിന് ഹോസ്പിറ്റലിൽ ചില പ്രശ്നങ്ങളൊക്കെയായിരുന്നു അല്ലേ. അപ്പം നമ്മൾ ആ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളവിടെ ചർച്ച ചെയ്യുകയും ഞങ്ങളിതൊക്കെ അപ്പം അതൊക്കെ കേട്ടിട്ട് ഒരു കഥ അങ്ങോട്ട്, ഒരു സ്റ്റോറി മെനഞ്ഞുണ്ടാക്കി ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ഇതിനോടൊക്കെ നിങ്ങളിൽ എത്ര പേര് ഈ വാർത്ത നിങ്ങളിൽ എത്തിക്കാണോന്ന് അറിയത്തില്ല. പക്ഷെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസാണ്. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ തെറ്റ് ചെയ്തെന്ന് തെളിയിക്കപ്പെട്ടാൽ ദൈവം തരുന്ന ശിക്ഷയും ഇവിടുത്തെ കോടതി, ഇവിടുത്തെ നിയമം തരുന്ന എന്ത് ശിക്ഷാവിധിയും നമ്മൾ ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. പക്ഷെ പ്രിയമുള്ളവരെ, ഒരു അജണ്ട ഇതിന്റെ പിന്നിലുണ്ട്. ഇവനെ ഒതുക്കണം, ഇവനെ ട്രാപ്പിലാക്കണം എന്നുള്ള ഒരു വലിയൊരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നത്. അപ്പം നമ്മൾ ആ നിലയിൽ നിർദ്ദേശങ്ങൾ പല നിയമാധികാരികൾ നമുക്ക് നൽകിയതൊരു വീഡിയോ നിങ്ങൾ എത്രയും വേഗം ചെയ്യണം എന്നുള്ള ഒരു ഇതുള്ളതുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പലരും പറയുന്ന എൻ്റെ സാക്ഷ്യങ്ങളൊക്കെ ഞാനിങ്ങനെ പറയും. ദൈവം ചെയ്ത നന്മകൾ കഴുത്ത് കണ്ടിക്കുന്നിടം വരെ, ജീവൻ പോകുന്നിടം വരെ തെരുവിൽ യേശുവിനായി പ്രസംഗിക്കും, കർത്താവിന് വേണ്ടി നിൽക്കും. ചില ആരോപണങ്ങളാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇതിനോടകം കേട്ട് കാണുമല്ലോ, കണ്ടു കാണുമല്ലോ. പക്ഷെ ഞാൻ ഇതിനെ ഒന്നും പ്രതികരിക്കാനോ എനിക്ക് നഷ്ടപരിഹാരം അല്ലെങ്കിൽ മാനനഷ്ടമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒരു കാര്യങ്ങൾക്കും നമ്മൾ മുമ്പോട്ട് പോകുന്നില്ല. കാരണം അതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കുക, കർത്താവ് ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും എൻ്റെ കൂടെ നിന്ന് എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവർ പോലും എനിക്കെതിരെ എഴുതിയപ്പോഴും എനിക്കെതിരെ കളിച്ചപ്പോഴും ഞാൻ ചിരിച്ചു തള്ളിയതുള്ളൂ. കാരണം അതൊന്നും നമുക്കൊരു വിഷയമല്ല. കാരണം നമ്മുടെ ലക്ഷ്യം അതൊന്നുമല്ല. പലർക്കും നമ്മുടെ വളർച്ചയിൽ അസൂയുണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് വളരെ പ്രകടമായിട്ട് പലരും എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട്, നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്നവരും നിങ്ങളുടെ കൂട്ടത്തിലൊക്കെ സഹകരിച്ച് നിന്നവർക്കുമൊക്കെ പലർക്കും നിങ്ങളോട് ആ ഒരു നിലയിലൊക്കെയുള്ള ഇതുണ്ടത്. അത് പ്രകടമാണ്, പല വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് അതൊക്കെ ദൈവം ചെയ്യും. ദൈവത്തിന് അറിയാമല്ലോ ആരൊക്കെയാ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നെന്നും ആരൊക്കെയാ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നെന്നും യഥാർത്ഥമായി നിൽക്കുന്നുവെന്നും ഒക്കെ ദൈവം തെളിയിക്കും. അത് അത്രേ ഉള്ളൂ ഇതിനകത്ത് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ച് ഇതൊക്കെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്തിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് രാവിലെ പ്രഭാതത്തില് ഫേസ്ബുക്കിൽ ഞാൻ ഇട്ട ആദ്യത്തെ വാക്യം ഇതാ: ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം നമുക്ക് ആരാണ്? ആരൊക്കെ ഇതെതിരായി നിന്നാലും ദൈവം കൂടെ ഉണ്ടെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്റെ കൂടെ ആരുമില്ലെങ്കിൽ എൻ്റെ അപ്പൻ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒന്നും ആർക്കും ചെയ്യാൻ കഴിയത്തില്ല. ഇനി വിഷയത്തിലേക്ക് വരാം. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിന്റെ ദാസനെ, ഫലമുള്ള വൃക്ഷത്തിന്, അതേ ദൈവദാസനെ ശക്തമായിട്ട് നോക്കിയ ചില തെളിവുകളൊക്കെ വെച്ച് എറിഞ്ഞിരിക്കുന്നത്. ദൈവദാസനെ നല്ല വാക്കുകൾക്ക് നന്ദി. സാജു പാസ്റ്ററെ, നിങ്ങൾക്ക് എന്നെ വ്യക്തിപരമായി അറിയാമല്ലോ. നമ്മൾ ഒരുമിച്ച് ഒത്തിരി കാലത്തെ ബന്ധമൊന്നുമില്ലെങ്കിലും കുറച്ച് സമയത്ത് ബന്ധം കൊണ്ട് നമ്മൾ ഓടിപ്പോയി ചില ഇടങ്ങളിലൊക്കെ പരസ്യങ്ങൾ ചെയ്തു. എന്നെ ഏറെക്കുറെയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. നമ്മളതുപോലെ ഒരു സൗഹൃദ ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാ. അപ്പം ആ നിലയിൽ ശക്തമായ പ്രതികൂലങ്ങൾ എനിക്കെതിരെ ഉണ്ടായി. ഇപ്പം യൂട്യൂബിൽ, ടിവിയിലൊക്കെ വന്നിരിക്കുകയാണ്. ആ ന്യൂസ് ശക്തമായിട്ട് എന്റെ അധപ്പതനം കാണാൻ നിൽക്കുന്നത് എന്താ പറയുന്നത്, ഈ പുറത്തുള്ളവരല്ല, കൂടത്തിൽ തന്നെ അകത്തുള്ളവർക്ക് കൊണ്ട് ഇവനെ ഇങ്ങനെ വിട്ട പൊക്കുകയല്ല. ഞാൻ ആർക്കും ഒരു ദോഷം ചെയ്യാൻ വരുന്നില്ല. ഞാൻ തെരുവിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നതല്ലേ ഉള്ളൂ, ഞാൻ തെരുവിൽ നിന്നുകൊണ്ട് പ്രഭാഷണം ചെയ്യുന്നതല്ലേ ഉള്ളൂ. ഈ കുഞ്ഞു മക്കളൊക്കെ എന്റെ കൂടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ, ഞാൻ തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ നമ്മളൊക്കെ എന്റെ കൂടെ നിൽക്കുമോ? ഇതൊക്കെ തന്നെ ഒരു സാക്ഷ്യമല്ലേ പ്രിയമുള്ളവരെ. കാരണം ആ മാവേലിക്കര പ്രോഗ്രാമിൽ ഒരു സെക്കൻഡ് പോലും ഞാൻ മാറിയിട്ടില്ല. എനിക്കെതിരെ വരുന്ന കാര്യങ്ങൾ അന്നേരം ഞാൻ ഇവരോട് പറയുമായിരുന്നു.
അന്നേരമുള്ള കാര്യങ്ങൾ ഞാൻ ഇവരോട് പറയുമായിരുന്നു. കാരണം ഞാൻ ഇപ്പോഴും പറയുന്നു, ഇപ്പോഴും കർത്താവിന്റെ സന്നിധി ഒരു ചെറുവിരൽ കൊണ്ട് പോലും ഒരു വെടക്കണ്ണായിട്ടൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിയമം അനുസരിക്കുന്ന ഏത് തെളിവുകളുടെ മുമ്പിലും അതിന്റെ ശിക്ഷയും, അതല്ല ദൈവം തരുന്ന ശിക്ഷയും ഞാൻ അനുഭവിക്കാൻ തയ്യാറാണ്. പിന്നെ മനുഷ്യൻ കെട്ടിച്ചമയ്ക്കുന്ന കഥകൾ നോക്കണേ, എത്ര ഇതായിട്ടാണ്, ശക്തമായിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കണമേ. എനിക്കതേ എനിക്കെതിരെ എതിരുകളുണ്ടെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവർ, ഒരുപാട് ദൈവമക്കൾ, ഒരുപാട് ദൈവദാസങ്ങൾ, ഇതിനോടകം പലരും വിളിച്ചെന്നോട് ചോദിച്ചു എന്താ കേസ്, എന്താണ് പ്രശ്നം, എന്താണ് കാര്യം. അറിയാമല്ലോ, കഴിഞ്ഞിടയിൽ ഞാനൊരു വീഡിയോ ചെയ്തതിന്റെ പിന്നിലുള്ള രോഷം നടക്കട്ടെ, ആരോപണങ്ങൾ കത്തിപ്പടരട്ടെ, ഈ ശ്രദ്ധിക്കപ്പെടുമ്പോൾ വിമർശിക്കപ്പെടും, അത് സ്വാഭാവികമാണ്. പക്ഷെ ഇതൊരു അല്പം കടമകൈയായി പോയി. കാരണം ഞാൻ ഈ തെരുവിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമമാണ് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ ആ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. ആ ദൈവം എന്നോടൊപ്പം ഉണ്ടെന്ന് ഞാൻ, അല്ലെങ്കിൽ അങ്ങനെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ കർത്താവ് കൈവിടത്തില്ല, എനിക്ക് ഉറപ്പാണ്. ഞാനത് വിശ്വസിക്കുന്നു, എന്റെ വിശ്വാസം അതാ. ഞാൻ ഈ കേരളത്തിൽ മുഴുവൻ അടുത്ത ദിവസം തൃശ്ശൂരിലേക്ക് പോവാ. ഈ ദേശത്തെല്ലാം നിന്നുകൊണ്ട് യേശുക്രിസ്തു ഏകരക്ഷകൻ എന്ന് പ്രസംഗിച്ച എന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നാൽ എന്റെ അപ്പൻ എന്നെ കൈവിടത്തില്ല, എന്റെ കർത്താവ് എന്നെ കൈവിടത്തില്ല. ഞാനത് ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നു. കാരണം നിങ്ങൾ എന്റെ പ്രസംഗമൊക്കെ കാണുന്നുണ്ടല്ലോ, ഞാൻ ഇവരോട് ചോദിച്ചു നോക്കിയാൽ അറിയാം ഞാൻ എല്ലാ കാര്യം ചെയ്യുന്ന, വണ്ടി ഓടിക്കുന്ന, സൗണ്ട് സിസ്റ്റം വർക്ക് ചെയ്യുന്ന എല്ലാം, അല്ലെങ്കിൽ ഞാൻ ഈ ടീമിന്റെ ഡയറക്ടറാണെന്ന് പറഞ്ഞ് നിന്നിട്ടുണ്ടോ പോലെ ഒരു ഇതുമില്ല. എനിക്കൊരു തലക്കനെന്ന് പറഞ്ഞാൽ എനിക്കൊരു കാര്യമില്ല. ഞാൻ എന്നോട് സഹകരിച്ചിട്ടുള്ളതൊക്കെ എല്ലാ കാര്യം ഞാൻ ചെയ്യുന്നത്. ഈ പുറകെ കാണുന്ന വണ്ടി ഓടിക്കും, ആദ്യം ചെയ്യും, ഇവരുണ്ടെങ്കിൽ വണ്ടി ഓടിക്കും, അതില്ലാതെ വണ്ടി ഓടിക്കും, സൗണ്ട് സിസ്റ്റം ചെയ്യും, ഇതിന് മേളിൽ കെട്ടിവെക്കും, അത് ചെയ്യും, ഋതംപാട് കൊട്ടും, പാട്ട് പാടും, പ്രസംഗിക്കും, അങ്ങനെ എല്ലാ കാര്യം. ഞാൻ ഇതിനു മുമ്പിൽ ഒരു തലക്കനോ അല്ലെങ്കിൽ ഇത് വെച്ച് പൈസ ഉണ്ടാക്കണം, തെളിയിക്കാമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തെളിയിക്കാൻ വലിയ ഉപകാരമായിരിക്കും. ആരോടെങ്കിലും ഞാൻ റേറ്റ് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പരിപാടി ഞാൻ കൂട്ടിക്കില്ല. ഞാൻ ഒരു മനുഷ്യനോട് റേറ്റ് പറഞ്ഞിട്ടില്ല. എനിക്ക് ഭയങ്കര അഭിമാനത്തോടെ പറയാം, എനിക്ക് ഇത്ര രൂപ വേണം, അല്ലെങ്കിൽ ഞാൻ ഇത്ര രൂപ, ഒന്നും ആരോടും. എന്നോട് കഴിഞ്ഞ ദിവസം വിളിച്ച് ഒരാൾ ചോദിച്ചു എത്ര നിങ്ങൾ വരുന്നതിന് എത്ര രൂപ. ഞാൻ പറഞ്ഞാ ഇതൊരു ബിസിനസ് അല്ല ബസ്, ഇതൊരു ബിസിനസ് അല്ല. ഞങ്ങൾ റേറ്റ് പറഞ്ഞ് പ്രോഗ്രാം ചെയ്യത്തില്ല, ഞങ്ങൾ റേറ്റ് പറഞ്ഞ് പ്രോഗ്രാം ചെയ്യുന്നവരല്ല. നിങ്ങളൊരു ശുശ്രൂഷയായി കണ്ട് വണ്ടിക്കൂലി എന്തെങ്കിലും തന്നാൽ സ്തോത്രം, അല്ലെങ്കിൽ അതും വേണ്ട, ഒരു കാര്യവും വേണ്ട. ഞങ്ങൾ സ്വതമേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ആഹാരം വെളിയിൽ നിന്ന് കഴിച്ച് ലോഡ്ജി റൂമെടുത്ത് ഞങ്ങൾ പോയി ചെയ്ത പ്രോഗ്രാമുകൾ പലതുമുണ്ട്. വെളിയിൽ നിന്ന് ഫുഡ് കഴിച്ച് ഞങ്ങൾ പ്രോഗ്രാം ചെയ്ത പലതുമുണ്ട്. ആഹാരം കിട്ടിയാൽ കിട്ടി, കിടക്കണം, നമുക്ക് കിടക്കാൻ സ്ഥലം കിട്ടിയെങ്കിൽ കിടന്നു, ഇല്ലെങ്കിൽ ഇല്ല. അപ്പോൾ ആ നിലയിലാണ് ഞങ്ങൾ പ്രോഗ്രാം ചെയ്യുന്നത്. അങ്ങനെ ഒന്നും ഒതുക്കാൻ നോക്കിയിട്ട് ഒരു വിധത്തിലും ഒതുക്കാൻ പറ്റുന്നില്ല. ഇവനെ എവിടെ നോക്കിയാലും കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞു ഫേസ്ബുക്ക് തുറക്കാൻ പറ്റില്ല, ഫേസ്ബുക്ക് തുറക്കുമ്പോഴല്ല നിങ്ങളുടെ വീഡിയോ. ഞാൻ പറഞ്ഞു അതെ ഞങ്ങളുടെ വീഡിയോ. ഗ്രേസി മാത്യു സിസ്റ്റർ, എന്നെ കുറിച്ചൊരു വലിയ വിവാദം വന്നിരിക്കുക. നെൽസൺ പ്രൈസലോ നിങ്ങളൊക്കെ അറിഞ്ഞു കാണുമോ, ടിവിയിലും വന്നു, യൂട്യൂബിലും വന്ന്. അപ്പോൾ ഈ ഗ്രേസി സിസ്റ്ററൊക്കെ എൻ്റെ വീഡിയോസൊക്കെ ആദ്യമകാലം തൊട്ടേ കാണുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സിസ്റ്ററാണ്. അപ്പം ടി വിക്കകത്തും വന്നു എൻ്റെ സിസ്റ്ററാണ് വിളിച്ചു പറഞ്ഞത് ഇതുപോലെ ടി വിക്കകത്ത് ഇതുപോലെ എൻ്റെ ഫോട്ടോ കാണിക്കുന്നു, ഞാൻ എവിടെയോ എന്തോ, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. എന്തായാലും ഞാനൊരു ആരോപണത്തിന് ഇടയായി, ആരുടെയൊക്കെയോ വോയിസുകൾ ഇട്ടിട്ട് ആരോപണം ഉന്നയിക്കുന്ന ലക്ഷ്യം, നിങ്ങളുടെ ലക്ഷ്യം അതെ കൃത്യമായിട്ട് ശരിയാ. പോൾസൺ സ്തോത്രം ദൈവാസനെ ശരിയാ, അത് എന്റെ ലക്ഷ്യം തെറ്റിക്കുക എന്നുള്ളതാണ്. എന്നെ പെണ്ണ് കേസിന്റെ അകത്ത്, എനിക്ക് അങ്ങ് തുറന്നു പറഞ്ഞേക്കാം, പെണ്ണ് കേസിന്റെ അകത്താക്കി കൊടുക്കുക, ഒതുക്കിക്കളയുക, ഇവനെ ഇല്ലാതാക്കുക. സോളമൻ കോട്ടയം എന്ന് പറഞ്ഞവനെ ഇല്ലാതാക്കുക. പ്രിയമുള്ളവരെ, ഞാൻ ഈ സാക്ഷിയൊക്കെ വലിയ ഗുണ്ടയായിരുന്നു എന്നൊക്കെ പറയും. എന്നോട് അടുത്തിരിക്കുന്നവരുടെ അറിയുക ഞാൻ എന്ത് സിമ്പിളായിട്ടൊരു മനുഷ്യനാണ്. എൻ്റെ കൂടെ സഹകരിക്കുന്ന നെൽസനൊക്കെ എത്ര നാളുകൾ കൊണ്ട് എൻ്റെ കൂടെ പാടാൻ വരുന്ന ആളാണ്. ഞങ്ങൾ എല്ലാ നിലയിലും ഞങ്ങൾക്ക് ചെറുപ്പ വലിപ്പ വ്യത്യാസമില്ലാതെ ഞങ്ങൾ പെരുമാറുകയും എടുക്കുകയൊക്കെ ചെയ്യുന്ന, ഇതെന്നെ തോൽപ്പിക്കുക, എൻ്റെ ലക്ഷ്യം തകർക്കുക എന്നുള്ള ഒരിതോടുകൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഇതിന്റെ പിന്നിൽ യാതൊരു വിധമായ നിയമകാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഉയരത്തിലൊരു കോടതിയുണ്ട്. ആമേൻ, ഞാനത് വിശ്വസിക്കുന്നു. പ്രൈസലോ. ഞാൻ ഈ തെരുവിൽ നിന്നുകൊണ്ട് വെയിലത്ത് നിന്ന് ഞാൻ യേശുവിനെ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നം വരുമ്പോൾ എൻ്റെ കർത്താവ് എന്നെ കൈവിടത്തില്ല. സ്തോത്രം. എന്താണ് പ്രശ്നം പാസ്റ്റർ?
ദേവദാസനെ എനിക്കൊരു ഒരു TV ചാനലിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രോഗ്രാമിന് പോയപ്പോൾ ഒരു സ്ത്രീയെ ബലാത്കാരം ചെയ്യുവാനായി കയറി പിടിച്ചു, അല്ലെങ്കിൽ അവരോട് മോശമായി പെരുമാറി അവരെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചെന്നുള്ള നിലയിൽ വിവാദമായ ഒരു പരാമർശം എന്നെക്കുറിച്ച് വന്നിരിക്കുകയാണ്. അത് വെറുതെ പറഞ്ഞിരിക്കുകയല്ല. എൻ്റെ ഫോട്ടോകൾ ഞാൻ ആ ചാനലിലെ വേറൊന്നും പറയുന്നില്ല, ചാനലിനെതിരെ അവർക്കെതിരെ ഒരു വീഡിയോ ചെയ്ത് ആ വീഡിയോ ഒക്കെ ഇതിനോട് ആഡ് ചെയ്ത് വെച്ചിട്ടാണ് അവരെനിക്കെതിരെ പടച്ചു വിട്ടിരിക്കുന്നത്. അപ്പം തികച്ചും ഈ ഞാൻ പിടിച്ചുവെന്നും അല്ലെങ്കിൽ ഞാൻ കയറി പിടിച്ച് ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചുവെന്ന് പറയുന്ന സ്ത്രീയല്ല ഈ വോയിസ്. അപ്പോൾ അത് വേറെ ആരുടെയോ വോയിസ്. അപ്പോൾ അവർ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. അതാണ് വിഷയം. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉടനെ ഇപ്പോൾ എത്തും. ഇത് ഉടനെ ഇപ്പം കറങ്ങാൻ തുടങ്ങും. അപ്പം ഇതാണ് പ്രശ്നത്തിൽ നിൽക്കുന്നത്. ദയവായി നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ ഒരു തെറ്റും ചെയ്യത്തില്ല. കാരണം ഞാൻ അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കുറിപ്പെഴുതിയിട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി അധികകാലമില്ല, ഉള്ള സമയം ഓടി കർത്താവിന് വേണ്ടി പ്രസംഗിക്കാത്ത ശത്രു നിങ്ങളെ ഭയം. യെസ്, കറക്റ്റ്. ആ വാക്ക് ഞാൻ റിസീവ് ചെയ്യുന്നു. അത് ഞാൻ ഏറ്റെടുക്കുന്നു. ശരിയാ, ശത്രു എവിടെയൊക്കെയോ ഞങ്ങളെ പേടിച്ചു തുടങ്ങി. അത് റൈറ്റാ, കറക്റ്റ് കയറിയ. എന്തെല്ലാം പ്രതികൂലം ഉണ്ടായിരുന്നില്ല, കൂടെ നിന്നവർ പോലും ശത്രുക്കളായി മാറുക. കാരണം എനിക്കറിയാം, ഞാൻ ഒരു പഞ്ചായത്തിന്റെ പോരാട്ടത്തോടല്ല, ഒരു സംസ്ഥാനത്തോട് അല്ലെങ്കിൽ ഒരു രാജ്യത്തോട്, ഞങ്ങൾ അടുത്ത ദിവസം ഓൾ ഇന്ത്യ പോകാനിരിക്കുക. അപ്പോൾ ആ രാജ്യത്തോടൊക്കെയുള്ള പോരാട്ടങ്ങൾ ശത്രു എവിടെയൊക്കെയോ പേടിച്ചു തുടങ്ങി. അത് ഉറപ്പാ. സ്തോത്രം. അപ്പോൾ ഇവനെ അങ്ങ് പൂട്ടിക്കെട്ടിയേക്കാം എന്നുള്ള ഒരു തന്ത്രവുമായിട്ട് കൊണ്ടുവന്നിരിക്കുക. എന്നാൽ എന്നെ സ്നേഹിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ അറിഞ്ഞിരിക്കണം, എന്നെ സപ്പോർട്ട് ചെയ്തതും എന്നെ ലോകത്തിന് മുമ്പിൽ അറിയപ്പെടുത്തിയതും എൻ്റെ വീഡിയോസൊക്കെ ഷെയർ ചെയ്തതും എനിക്ക് ലൈക്കും കമൻറ്റും ഒക്കെ തന്ന് എന്നെ റീച്ച് ആക്കിയത്, അല്ലെങ്കിൽ എന്നെ മറ്റുള്ളവർ അറിയാൻ തുടങ്ങിയല്ലോ, അതൊരു വലിയ കാര്യമാണ്. ഇത്രയും നാൾ തെരുവിൽ പ്രസംഗിച്ചിട്ട് ആരും എന്നെ അറിയത്തില്ല. എന്നെ അറിയാൻ തുടങ്ങിയത് നിങ്ങളൊക്കെ മുഖേന. അതുകൊണ്ട് നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. ഞാനൊരു പെണ്ണും പിടിച്ചിട്ടില്ല. ഞാൻ അത്തരത്തിൽ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി പോയിട്ടുമില്ല, അങ്ങനെ ചെയ്യത്തുമില്ല. കാരണം എൻ്റെ ഭാര്യ എന്നോടൊപ്പം ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ വിവാദ വിഷയത്തിൽ ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്താണ് എൻ്റെ വൈഫിന് തലയ്ക്കകത്ത് ഒരു അസ്വസ്ഥതയുണ്ട്, ചെറിയൊരു മുഴയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ അത് ഹോസ്പിറ്റലിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഈ മാവേലിക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഹോസ്പിറ്റലിലൊക്കെ ആകുന്നത്. ഇവർക്കൊക്കെ അറിയാം. ഹോസ്പിറ്റലിൽ എൻ്റെ മോൻ വിളിക്കുന്നു, ഞാൻ പൈസ ഇട്ട് കൊടുക്കുന്നു, അവർ ആശുപത്രിയിൽ പോകുന്നു. അപ്പോൾ പറഞ്ഞത്, ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക് തലയ്ക്കകത്ത് മുഴയാണ്, ഇപ്പം മരിക്കും, അപ്പോൾ അവരെ ഞാൻ വിവാഹം ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതുവരെ കണ്ടില്ല. ഇപ്പം വരും. അപ്പം ഞാൻ അവരോട് പറഞ്ഞത്, എൻ്റെ ഭാര്യ മരിക്കും. അപ്പോൾ അവർക്ക് കേൾക്കുമ്പോൾ തന്നെ അത് ചിരിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഞങ്ങൾ അങ്ങനെയാണ് ഇടപെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് പോലും ചിരിയാണ്. കാരണം അങ്ങനെ ഒരിക്കലുമൊക്കെ പറയുക. പെട്ടെന്ന് എനിക്ക് വരാൻ പറ്റത്തില്ല, പെട്ടെന്ന് പൈസ ഇട്ട് കൊടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞ് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഞാൻ അപ്പുറത്ത് ചെന്ന ഒരാളോട് പറയൂ, എൻ്റെ ഭാര്യ മരിക്കാറായി, ഞാൻ നിങ്ങളെ സ്വീകരിച്ചോളാം. അതൊക്കെ കേൾക്കുന്നവർക്ക് തന്നെ ആരെല്ലാം പ്രതികൂലമായാലും ദൈവം അനുകൂലമാണ്. യെസ്, അതാണ് തീർച്ചയായിട്ടും. ഞാൻ എന്നെ പോലെ അലമ്പൻ, ഭൂലോകത്തിൽ അങ്ങനെയൊക്കെ നടന്ന ഇപ്പം ഞാൻ ഈ തെരുവിൽ നിൽക്കുന്നത് എനിക്ക് അത്ര ധൈര്യമുണ്ട്. ഞാൻ അതുപോലെ നിൽക്കുന്നത്. എന്നെ എത്രയോ, ഞാൻ ചോദിക്കട്ടെ, എന്നെ എത്രയോ ഫേസ്ബുക്കിലൂടെ എത്രയോ സഹോദരിമാർ വിളിക്കുന്നു. എൻ്റെ വാക്കുകൾ ഒരനാവശ്യം വന്നിട്ടുണ്ടെന്ന് ആരെങ്കിലും പറയട്ടെ. എൻ്റെ ഈ നമ്പരും ഗൾഫിൽ നിന്ന് എത്രയോ പേര് വിളിക്കുന്നു, അല്ലെങ്കിൽ സ്വദേശത്തു നിന്ന് എത്രയോ പേര് വിളിക്കുന്നു. എത്ര പ്രിയപ്പെട്ടവർ വിളിക്കുന്നുണ്ടെന്നറിയോ? ഞാൻ അവരോട് ആരോടെങ്കിലും സോളമൻ കോട്ട എന്ന് പറഞ്ഞ ഒരാള് ഏതെങ്കിലും ദ്വയാപ്ത പ്രയോഗങ്ങളോ ഏതെങ്കിലും അസ്വസ്ഥതമായ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സംസാരിച്ചു എന്ന് ആരെങ്കിലും ഒരു തെളിവ് നിരത്തിയാൽ ഞാൻ ഈ പണി അവസാനിപ്പിക്കുക. ഞാൻ തീർച്ചയായിട്ടും പിന്നെ ബൈബിൾ എടുത്ത് പ്രസംഗിക്കുന്ന അങ്ങനെയാണ്, ഒരിക്കലും നടക്കത്തില്ല. അപ്പം പ്രിയമുള്ളവരെ, ഞാൻ അധികം നീട്ടുന്നില്ല. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ മേലെ ആ വീഡിയോ എത്തും. ഇതിനകത്ത് ഞാൻ എന്നെ കൊടുക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു. അയ്യോ, ഭയങ്കരമായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, ഞങ്ങൾ ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ ആ പ്രോഗ്രാം എത്ര മണി വരെ ചെയ്തു? ഞങ്ങൾ ഉച്ച വരെ ചെയ്തുള്ളൂ ഞങ്ങൾ ആ പ്രോഗ്രാം.
നിങ്ങൾക്കറിയോ, ഞാൻ ഇവരോട് പറയും, ഞാൻ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും പ്രോഗ്രാം ചെയ്യുമ്പോൾ ഞാൻ പറയും, നമുക്ക് പോരാ 2 കൂടെ ചെയ്യണം, 4 കൂടെ ചെയ്യണം, നമുക്ക് 6 ആയുള്ളൂ, 4 ആയുള്ളൂ, ഇല്ല 2 കൂടെ ചെയ്തിട്ട് നമുക്ക് കഴിച്ചാൽ മതി എന്നും പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്ന ഞാൻ അന്നത്തെ പ്രോഗ്രാം ഉച്ചയായപ്പോൾ പറഞ്ഞു, കേട്ട് നമുക്ക് പോയേക്കാന്ന് പറഞ്ഞു. വിഷ്ണു അല്ലേ, ഇതൊന്നും കാര്യമാക്കണ്ട, ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തുടരുക. താങ്ക് യു, തീർച്ചയായിട്ടും. അപ്പം ആ വീഡിയോയ്ക്കകത്ത് പറയുന്നത് ഞാൻ ബിനു വാഴമുട്ടത്തിന്റെ കൂട്ടുകാരനാണ്. ബിനു വാഴമുട്ടത്തെ എനിക്ക് അറിയത്തില്ല, സത്യത്തിൽ ബിനു വാഴമുട്ടത്തെ എനിക്കറിയത്തില്ല. ബിനു വാഴമുട്ടം എന്ന് പറയുന്നത് ആ ദൈവദാസനെ ഞങ്ങൾ തമ്മിൽ നേരിട്ട് പരിചയമില്ല. വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ, വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ വെൺമണിയിൽ താമസിക്കുന്ന സമയത്ത് എന്റെ ഒരു മീറ്റിങ്ങിന് അദ്ദേഹം വന്നു അല്ലേ. അദ്ദേഹത്തിന്റെ അളിയനാണ് സൈമൺ പാസ്റ്റർ. അവിടെ ഞങ്ങൾ ടീമായിട്ടൊരു കൺവെൻഷൻ നടത്തിയപ്പോൾ ഇദ്ദേഹം അവിടെ വന്ന് അത് ഇപ്പോൾ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ്, അദ്ദേഹത്തിന് പോലും എന്നെ ഓർമ്മ കാണത്തില്ല. ഞാൻ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനാണ്, ബിനു വാഴമുട്ടത്തിന്റെ. ഞാൻ അദ്ദേഹത്തിനുമായിട്ടൊരു ബന്ധവുമില്ല, ഞങ്ങൾ തമ്മിൽ ഒരു സഹകരണമില്ല. അദ്ദേഹം മിനിസ്റ്റർ ചെയ്യുന്നു, എൻ ടൈം ഗോസ്പൽ മിനിസ്ട്രി എന്ന് പറയുന്ന നമ്മുടെ ഈ പരസ്യങ്ങൾ മാത്രം, നമുക്ക് മറ്റും ഒരു മിനിസ്ട്രികളില്ല. പരസ്യവും കൺവെൻഷനുകൾ ഇത് മാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മനസ്സിലായോ? അപ്പൊ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനാണ് ഞാൻ എന്നാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്, വാർത്തയ്ക്കകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെന്താ പറഞ്ഞേ, പിന്നെ പറയടാ, പിന്നെന്തോ ഞാൻ ഓർക്കുന്നില്ല, അതിൻ്റെ അത് എന്തോ പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സോളമൻ ഞങ്ങളുടെ ചാനലിനെ മര്യാദ പഠിപ്പിക്കാൻ വന്ന സോളമൻ കോട്ടയം പെട്ടു എന്നാണ് അതിന്റെ ആദ്യത്തെ അടിയിൽ എഴുതി വരുന്നത്. സോളമൻ കോട്ടയം പെട്ടു. പ്രൈസലോ, എന്റെ തമ്പുരാൻ തീരുമാനിക്കണം ഞാൻ വീഴണമെങ്കിൽ, എന്റെ തമ്പുരാൻ അടിച്ചിട്ടല്ലാതെ എന്ന് പറഞ്ഞാൽ ഞാൻ മിടുക്കനാണെന്നല്ല. ഞാൻ പറയും, ഇപ്പോഴും താഴ്മയോടെ പറയുന്നു, പ്രിയമുള്ളവരെ, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന എന്നെ ഓർത്ത് ഇപ്പോഴും ഞാൻ അടൂരിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എന്നെ ഒരു ആന്റി കണ്ടിട്ട് പറഞ്ഞു, വാസ വീഡിയോസൊക്കെ കാണുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണെന്ന് പറഞ്ഞു. ഇത് ഒത്തിരി സന്തോഷം തോന്നി. കാരണം എനിക്കറിയത്തില്ല, എന്നെ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. കാരണം എന്തുകൊണ്ടാണ്, വെയിലത്തൊക്കെ നിന്നുകൊണ്ട് യേശുവിനെ പ്രസംഗിക്കുന്നല്ലോ ശക്തമായിട്ട്, ഒരു പ്രതിഫലയിച്ചയില്ലാതെ പ്രസംഗിക്കുന്നില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കും അവരൊക്കെ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അനേകരുടെ പ്രാർത്ഥനയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വാർത്ത നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ അതിനു മുമ്പേ ഞാനങ്ങ് മറുപടി പറഞ്ഞേക്കാം. ഇപ്പൊ കണ്ടവരും കാണാത്തവരും കാണുമായിരിക്കല്ലോ. അതിനു മുമ്പേ ഞാൻ മറുപടി അങ്ങ് പറയാവുന്ന ഓർത്തായിരുന്നു. ഞാൻ ഒരു തെറ്റുകളും ചെയ്തിട്ടില്ല, ഞാൻ ഒരു തെറ്റുകൾക്ക് പിന്നാലെയും പോകത്തുമില്ല. തിരുവചനവുമായി ഇത്രയധികം ശക്തമായി, നിങ്ങൾക്കറിയാം, പരസ്യങ്ങളിൽ ഭൂതങ്ങൾ വരെ അലറി ഇളകി മാറുന്ന വീഡിയോസുകൾ നിങ്ങൾ കണ്ടല്ലോ. എന്റെ വേണ്ടി കാണുന്നല്ല, ഒന്നുമല്ല. ഞാൻ എപ്പോഴും എന്റെ വീഡിയോസ് പറയാറുണ്ട്, പിള്ളേരും ഞാൻ കൊള്ളാമെന്ന് ആർക്ക് തോന്നിയോ അവരും തീർന്നു. ഇപ്പൊ എനിക്ക് തോന്നുക ഞാൻ കൊള്ളാം, ഞാൻ മിടുക്കനാ, ഞാൻ എന്നെ കൊണ്ട് എല്ലാ കഴിവുണ്ടെന്ന് തോന്നിയാൽ ഞാൻ അവിടെ തീർന്നു. അതുകൊണ്ട് കഴിവതും താഴാൻ കഴിയുമോ അത്രത്തോളം ഞാൻ എന്റെ കൂടെയുള്ളവരോടും ഒക്കെ പറയുന്ന താഴാൻ കഴിവുള്ള പാസ്റ്ററെ ധൈര്യമായി പ്രസംഗിക്കൂ, ദൈവം കൂടെയുണ്ട്. ഇതിന്റെ അടുത്തൊരു സ്റ്റെപ്പ് പോവുകയാണെങ്കിൽ എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. കാരണം നമുക്ക് പോട്ടെ. സ്തോത്രം. അബീമലേക്കിന്റെ മുമ്പിൽ ദാവീദ് ബുദ്ധിഭ്രമം നടിച്ചുകൊണ്ട് അവൻ പോകുന്ന സമയത്ത് ഇങ്ങനെയാ പാടിയത്. എന്താ പാടിയ? കുമ്പനാട് എബ്രോനകത്ത് ബൈബിൾ കച്ചവടം നടത്തുന്ന പരസ്യോഗം. യെസ്. ഓക്കെ, ദൈവദാസനെ എന്തെല്ലാം ആരോപണങ്ങൾ വന്നാലും ഓക്കെ. ദൈവം ഒരു കുമ്പനാടുന്ന ആരോപണങ്ങൾ തനിക്കെതിരെ ഉണ്ടായ കാര്യങ്ങൾ പറയുന്നു. ബിനോയ്, ക്രൈസ്തലോ, ധൈര്യമായി മുമ്പോട്ട് പോവുക, പ്രാർത്ഥനയിൽ ഓർക്കുക. അപ്പൊ ആ ദാവീദ്, സ്തോത്രം, പലരും അങ്ങനെ കമന്റുകൾ അയക്കുന്നുണ്ട്. ദാവീദ് അങ്ങനെ പോകുന്ന സമയത്തും പാടിയത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. ആമേൻ. പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രശ്നങ്ങൾ നടുവിൽ. ഞാൻ ഇന്ന് വരെ TV-യിൽ എന്റെ ഫോട്ടോയോ എന്റെ ഇതൊന്നും വന്നിട്ടില്ല. ഇപ്പൊ പലരും നോക്കിയപ്പോൾ രാവിലെ TV തുറന്നപ്പോൾ സോളമൻ കോട്ടയം പെട്ടു, സോളമൻ കോട്ടയം തീർന്നു, സോളമൻ കോട്ടയം ഇതോടുകൂടി അവസാനിച്ചു. ഗുണ്ടയാണെന്ന് എന്നെ വടിവാളിന്റെ നടുവിലൂടെ വടിവാളൊക്കെ ഉപയോഗിച്ച് നടന്നുകൊണ്ടിരുന്ന അയാളുടെ തനി സ്വഭാവം അദ്ദേഹത്തിന്റെ തനി സ്വഭാവം പുറത്തു വന്നു.
താന് കുൽസിത പ്രവൃത്തിയിൽ അല്ലേ കുൽസിത പ്രവൃത്തിയിൽ ഏർപ്പെട്ടു എന്നും പറഞ്ഞാണ് സ്തോത്രം. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ വണ്ടിയാണ് ഈ പുറകെ കാണുന്നത്. ഇപ്പൊ ഇതിനകത്ത് സിസ്റ്റവും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ എപ്പോഴും റെഡിയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ട്, നാളെ ചില മീറ്റിങ്ങുകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഈ 2 ദിവസങ്ങളിൽ ഞങ്ങൾ മീറ്റിംഗ് നടത്തിയില്ല. അടുത്ത ദിവസം ഞായറാഴ്ച ഞങ്ങൾ തൃശ്ശൂർക്ക് പോവുകയാണ്. തൃശ്ശൂർ ജില്ലയാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ. അപ്പോൾ സോളമൻ കോട്ടയം തീർന്നു. സോളമൻ കോട്ടയം ഞങ്ങളുടെ ചാനലിനെ മര്യാദ പഠിപ്പിക്കാൻ വന്ന സോളമൻ കോട്ടയം എന്തിയെ ഇവിടുത്തെ വോയിസ് കേട്ട് നോക്കൂ, ആരുടെയോ ഒരു വോയിസ് എന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം വാസ്തവം കേട്ടോ. കാരണം ഞാൻ ഈ പശമുക്കിയ ഷർട്ട് ഇടുന്നത് കൊണ്ട് ഞങ്ങൾ പോയ സ്ഥലത്ത് ഞങ്ങളെ ഈ ഡ്രസ്സ് ഞാനിന്ന് മാറിയിട്ടിട്ട് ഞാൻ കടന്നെന്നുള്ള സത്യം. അത് കടന്നത് എന്റെ കൂടെയുള്ള പ്രിയപ്പെട്ടവർ കൂടെയാണ്. എല്ലാവരും ഇല്ലായിരുന്നു, എല്ലാവരും ഒരുമിച്ചല്ലേ കിടന്നേ. അങ്ങനെ ആ കട്ടിലേലും അവിടുത്തെ ഞങ്ങൾക്ക് ക്രമീകരിക്കപ്പെട്ട സെറ്റിയിലും ഒക്കെ കടന്നപ്പോ ഞാൻ ഈ ഷർട്ട് ഈ പശമുക്കിയതാകുമ്പോൾ ഉച്ച കഴിഞ്ഞ് പരിശോധിക്കുന്നത് തെരുവിൽ നിൽക്കണ്ടല്ലേ. അപ്പൊ ഇത് ഊരിയിട്ടില്ലെങ്കിൽ ഇത് മൊത്തം ചുളുങ്ങി കിടക്കും. അത് ചെയ്തെന്നുള്ള സത്യമാണ്. പക്ഷെ അത് അറിയപ്പെടുന്നതിനനുസരിച്ച് ആരോപണങ്ങളും പ്രശ്നങ്ങളും സത്യവും അത് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു മനോജ്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു ദൈവാസനെ ഒത്തിരി താങ്ക്സ് അങ്ങയുടെ വാക്കുകൾക്ക്. മങ്ങാട്ട് മനോജ് വസ്ത. അപ്പോൾ വാക്കുകൾക്ക് ഒത്തിരി നന്ദി. അറിയപ്പെടുന്നതിനനുസരിച്ച് വിമർശനങ്ങൾ ഉണ്ടാകും. പക്ഷെ ഭയങ്കരമായിട്ട് അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു. ഞാൻ അറിയപ്പെടുന്നത് കൊണ്ടാണ്. ശ്രദ്ധിക്കപ്പെടുമ്പോൾ വിമർശനങ്ങൾ ഉണ്ടാവുമല്ലോ. പക്ഷെ അതിനകത്ത് എടുത്തു പറയുന്ന ഞാൻ ഈ ഷർട്ട് ഊരിയത് വേറെ എന്തിനാണെന്ന് എന്റെ കൂടെ പിള്ളേരുണ്ട്. ഈ കുഞ്ഞുങ്ങളൊക്കെ ഞാൻ തെറ്റുകാരനാണെന്ന് പറഞ്ഞാൽ എന്റെ കൂടെ നിൽക്കുമോ? അതൊക്കെ തന്നെ ഒരു സാക്ഷിയല്ലേ. വലിയവരൊക്കെ ആണെങ്കിൽ പിന്നെ അവരും കവണം ചെയ്തിട്ടാന്ന് പറയാം. ഈ 10, 22, 23, 24 വയസ്സുള്ള പിള്ളേരാണ് എൻ്റെ കൂടെ ഉള്ള കൂടുതലും. നിങ്ങൾ കാണുന്നതാണല്ലോ. പ്രിയമുള്ളവരെ, ഞാൻ അവരൊക്കെ ആയിട്ട് തന്നിട്ട് ഈ പെണ്ണ് പിടിക്കാൻ വേണ്ടി തുറന്നങ്ങ് പറയാം, പെണ്ണ് പിടിക്കാൻ വേണ്ടി നടക്കുന്ന പരിപാടിയല്ല. ഇനി എനിക്കെതിരെ പെണ്ണ് പിടുത്തത്തിനായിട്ട് പരാതി കൊടുത്ത് മുമ്പോട്ട് പോകാനാണ്. സ്വർഗത്തിലെ ദൈവം അത് കൈകാര്യം ചെയ്തോളൂ. എനിക്കതിനകത്ത് യാതൊരു ആക്ഷേപമില്ല. ആരോടും പരാതിയില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞിട്ട് എന്റെ വീഡിയോയ്ക്ക് അടി വന്ന് ഭയങ്കര ചീത്തയെ പറഞ്ഞു. ഞാൻ അതേപോലെ പറഞ്ഞു സ്നേഹിത. പക്ഷെ എനിക്കൊരു അപേക്ഷയുണ്ട്, വേറെ ആരുടെയും വീഡിയോയുടെ അടിയിച്ചത് ഇതുപോലെ ചീത്ത പറയരുത്. അവർ തിരിച്ചു പറയും. നമ്മുടെ പാസ്റ്റർമാരായതുകൊണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരാളുണ്ട് കഞ്ഞി എങ്ങനെ കുടിക്കുന്നു ചോദിച്ചു. നീ എങ്ങനെയാ കഞ്ഞി കുടിക്കുന്നത്? ഞാൻ പറഞ്ഞു സാധാരണ ആൾക്കാർ കൂടി കുടിക്കുന്നതുകൊണ്ട് ഞാനും കുടിക്കുന്നു പറഞ്ഞല്ല. അതെന്താ പറയാ, കഞ്ഞി എങ്ങനെ കുടിക്കുന്നു എന്താ ഇപ്പൊ പലരുടെയും ധാരണയെ ഇവന് വലിയ ഏതാണ്ട് ഉണ്ടെന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഞാൻ താമസിക്കുന്ന വീടായില്ല. ഇത് എന്റെ വീടല്ല, ഇത് വാടക വീടാ. മനസ്സിലായോ? ഇത് വാടക വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ 7000 രൂപ വാടക കൊടുത്താണ് താമസിക്കുന്നത്. എനിക്കുള്ളത് ഈ പഴയ ഒമിനി വണ്ടിയാണ്. ഈ വണ്ടിക്കകത്താണ് ഈ സാധനം കെട്ടിക്കൊണ്ട് പോകുന്നത്. വാച്ചത്തുള്ളവർക്ക് വെല്ലുവിളിയുണ്ട്. ഫസ്റ്റ് മെറിൻ താങ്ക് യു സിസ്റ്റർ. അപ്പോൾ ഈ കോടികളുണ്ട്, വലിയ വരുമാനമുണ്ട്, ഭയങ്കരമായിട്ട് ഇവനുണ്ട്, വലിയ സമ്പാദ്യം ഉണ്ടാക്കാനെന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. എനിക്ക് സ്വന്തമായിട്ടൊരു വീടോ പ്രസംഗിക്കുക ആകുലങ്ങളെ കുറിച്ച് ധൈര്യപ്പെടാതെ സ്തോത്രം. ആമേൻ. സാം കുമ്പനാട്, ഒത്തിരി നല്ല വാക്കുകൾക്ക് സഹോദര, താങ്കളുടെ വാക്കുകൾക്ക് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. തുണയായി എന്നും സ്തോത്രം. അത് ആ വാക്കുകളൊക്കെ നമ്മൾ ഒത്തിരി ധൈര്യപ്പെടുന്നത്. കാരണം ഞാൻ ഡൗൺ ആയി. കർത്താവ് ഇനി എങ്ങനെ മറ്റുള്ളവരെ അഭിമുഖിക്കും? കാരണം ടി വിയിലൊക്കെ വന്നെന്ന് പറയുമ്പോൾ എന്തോ ഈ പറയുന്നത്, പലരും ആൾക്കാർ കണ്ടു കാണും. ഇപ്പം ഈ നാട്ടുകാർ തന്നെ കണ്ടു കാണുന്നുണ്ട്, ഇന്ന ആള് ഇതുപോലെ ആയി കാണും. ഞാനിവിടെ ഇപ്പം അടൂരാണ് ഞാൻ താമസിക്കുന്നത്. ഈ അടൂര് ദേശത്ത് തന്നെ പലരും കണ്ടു കാണും. ഇതുപോലെ സോളമൻ കോട്ട എൻ്റെ അയൽവാസികൾ പോലും കണ്ടു കാണും. ദൈവമേ, അവർക്കറിയാവോ ഇങ്ങനെ ഒരു കാര്യമുണ്ടപ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ടപ്പോൾ. അപ്പോൾ അവരെ മര്യാദ പഠിപ്പിക്കാൻ ചെന്നതിന് നിനക്ക് തരിക. പക്ഷേ ഇവർക്ക് അറിയാൻ പറ്റാത്തൊരു കാര്യം, ഇനിയാണെങ്കിലും ചാനലുകാർ കാണുന്നെങ്കിൽ ഇത് ശ്രദ്ധിച്ചു. ഞാൻ ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന ദൈവദാസനാണ്. ഞാൻ പ്രസംഗിക്കുന്നതേ അമ്മൂമ്മക്കഥയല്ല. ഞാൻ പ്രസംഗിക്കുന്നത് ആകാശവും ഭൂമിയും മാറിപ്പോയാലും എന്റെ വചനങ്ങൾക്ക് ഒരു നാളും മാറ്റമില്ലെന്ന് പറഞ്ഞ തമ്പുരാന്റെ വചനമാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഞാൻ വെല്ലുവിളിയൊന്നുമല്ല, എനിക്ക് വെല്ലുവിളിക്കാനൊന്നുമില്ല. എന്റെ വടിവാളൊന്നുമില്ല, അതിനേക്കാൾ മൂർച്ചയേറിയ വാളുണ്ട്. എന്താണെന്നറിയോ? ബൈബിൾ. ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും സന്ധിവചനങ്ങളെ വേർപിടിക്കുമ്പോൾ തുളച്ചെല്ലുന്നതുമായ ദൈവവചനം അതുണ്ട് എൻ്റെ കയ്യിൽ. അല്ലാതെ നിങ്ങൾ പറയുന്ന മറ്റേ അരിവാളും കൊടുവാളും ഒന്നും കയ്യിലില്ല. ആ വചനം പ്രസംഗിക്കുന്ന ആളാ. എനിക്കെതിരെ കളിച്ചാൽ എനിക്കെതിരെ എന്നല്ല, സത്യസന്ധമായി ജീവിക്കുന്ന ആർക്കെതിരെ നിങ്ങൾ ആരോപണങ്ങൾ അഴിച്ചുവിട്ടാലും, ദൈവദാസന്മാർക്കെതിരെ, ദൈവമക്കൾക്കെതിരെ
നിങ്ങളുടെ ചാനലിലൂടെ നിങ്ങൾ എന്തോ വിട്ടാലും സ്വർഗത്തിലൊരു കോടതിയുണ്ട്. ആ കോടതിയുടെ മുമ്പാകെ മറുപടി പറയേണ്ടി വരും. പക്ഷെ സോളമൻ പ്രസംഗം അവസാനിപ്പിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രസംഗിക്കുന്നത് ചർച്ചിന്റെ അകത്തല്ല, ഞാൻ പ്രസംഗിക്കുന്ന തെരുവില. ശക്തമായിട്ട് എന്റെ കൂട്ടുകാരെന്നെ വെറുത്താലും എന്റെ നാട്ടുകാരെന്നെ വെറുത്താലും എന്റെ അപ്പൻ എന്നെ വെറുക്കില്ല. കാരണം ഞാൻ അതുപോലെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിലൊക്കെ ഇനിയിപ്പം അടുത്ത മാസം ഞാൻ നാട്ടിൽ വരുന്നുണ്ട്. ഞാനും കൂടെ മിനു പോസ്റ്ററെ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളതാ, ഓർമ്മയുണ്ടോ? നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളതാ. അന്ന് എവിടെ ആയിരുന്നു? മാഞ്ഞാലി നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. വാ 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 ഞാനും വടക്കേന്റേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ അങ്ങോട്ടുള്ളൂ. ഇതാരായിരുന്നു മോനെ? ഷിബു മാങ്കോട്ടെ ഷിബിച്ചാണ്. ധൈര്യത്തോടെ കൊണ്ടുള്ള വിജയത്തിലെ സ്വർഗീയ വിലയ ചെയ്ത് പറഞ്ഞ അതിന്റെ സ്വർഗീയ വലിയ സ്തോത്രം. ദൈവോചനം, അതെ, ദൈവാസനെ എബ്രഹാം, അതെ, ഏത് വാളിനേക്കാൾ പണ്ടിരുന്ന വാൾ ഒരു ആയിത്തലേ ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ ഇരിക്കുന്ന വാൾ അതിനേക്കാൾ മൂർച്ചേറിയ ദൈവനാമത്തെ മുഖത്തെപ്പെടുത്താൻ മുമ്പോട്ട് പോവുക. അപ്പൊ ഇപ്പൊ ഈ പലരും കണ്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നതേ ഉള്ളൂ. മറ്റേ ടി വിക്കകത്തെല്ലാം വന്നു, ഇനി യൂട്യൂബിനകത്തും വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ കട്ട് ചെയ്തിട്ട് ഇനി സോഷ്യൽ മീഡിയ വരുന്നതായിരിക്കും. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ ലൈവ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. എന്നെ സ്നേഹിക്കുന്നവരെല്ലാം ലൈവ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. കാരണം ഞാനൊരു പെണ്ണ് പിടിക്കാനും പോയിട്ടില്ല, പെണ്ണ് പിടിച്ചിട്ടുമില്ല. ഇനി ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു ആരോപണം തെളിയിക്കപ്പെടുകയാണെങ്കിൽ എന്ത് വേണമെങ്കിലും അത് ദൈവത്തിന്. ഇനിയിപ്പം ഞാൻ ജയിലിൽ പോകണമെന്ന് ആഗ്രഹമെങ്കിൽ ഞാൻ പോകാൻ തയ്യാറാണ്. പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല. അത് കർത്താവ് സാക്ഷി. TV ഞങ്ങൾ കണ്ടില്ല മോനെ. ദൈവം സിസ്റ്റർ ബോസ് ജോണല്ലേ? ഓക്കെ TV വന്നത് കണ്ടില്ലെങ്കിൽ ഇപ്പൊ വന്നത് കാര്യം കൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. ജീവൻ പോകുന്ന മേൻ സ്തോത്രം. യെസ്, ജീവൻ പോകുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, മരിക്കുള്ളൂ. തല്ലിക്കൊന്നിട്ടല്ലാതെ തെരുവിൽ നിന്നുകൊണ്ടുള്ള പ്രസംഗം അവസാനിക്കത്തില്ല. ഇനിയും പോവുക, മുമ്പോട്ട് യാത്ര ചെയ്യുക. അപ്പോൾ ഈ ലൈവ് ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. പ്രിയമുള്ളവരെ, ഞാൻ വലിയ സാമ്പത്തികമുള്ള മനുഷ്യരല്ല, എനിക്ക് വലിയ വിദേശ ഫണ്ടില്ല. ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ പറക്ക പറ്റി വരുന്നതേ ഉള്ളൂ. അവരൊക്കെ നല്ല ജോലിയിലേക്കൊക്കെ കയറുന്ന ഒരു സമയമൊക്കെ ആവുന്നതേ ഉള്ളൂ. ഞാൻ വലിയ ഒരാളൊന്നുമല്ല. ഞാൻ ഇങ്ങനെ തന്നെ നിന്നാൽ മതി. പണമായി കഴിഞ്ഞാൽ അഹങ്കരിക്കും. വേണ്ട, കൂടുതൽ പണം വേണ്ട. ആ കാര്യങ്ങൾ അങ്ങ് നടന്നു പോയാൽ മതി. ഒത്തിരി പണമായി കഴിഞ്ഞാൽ നമ്മളങ്ങ് വലിയ ആളാണെന്ന് നമുക്ക് തോന്നിയാൽ അല്ല. പണം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് പണത്തിന് വേണ്ടിയുള്ള പരിപാടി, ദൈവനാമത്തെ ഉയർത്തി ശക്തമായി മുമ്പോട്ട് പോവാം. പാസ്റ്ററെ പ്രാർത്ഥിക്കാൻ തന്നെ കൊടുക്കുന്നു. ഓക്കെ മിനി സിസ്റ്ററെ, ഒത്തിരി സന്തോഷം. അപ്പം പണമല്ല, ഞാൻ എപ്പോഴും പറയാറുണ്ട്, പണമല്ല പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ മൂലധനം എന്ന് പറയുന്ന കാഴ്ചപ്പാടാണ്. അപ്പോൾ ഞാൻ വാക്കുകളെ നിർത്തുകയാണ്. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞേക്കണേ, ഈ മനുഷ്യൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല. തീർച്ചയായിട്ടും ഞാൻ ഞാൻ ഇതിനെ ഭയപ്പെടുന്നില്ല. കാരണം ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ കുറിച്ച് എന്താണെന്നറിയോ? ദൈവം നമുക്കനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. ഇത് കുറിക്കുമ്പോൾ ഈ വാർത്ത വന്നിട്ടില്ല. ഈ വാർത്ത ഞാൻ അറിഞ്ഞത് 10:30 ഇന്ന് രാവിലെ എഴുന്നേറ്റ് വെളുപ്പിന് എഴുന്നേറ്റ് കുറച്ച് സമയം ഞാൻ പ്രാർത്ഥിച്ചു. കാരണം മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് എനിക്കൊരു ഗൈഡൻസ് തന്നു. അപ്പം മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കാൻ ഞാനിങ്ങനെ ഇവിടെ വൈഫ് ഉറക്കമായിരുന്നു, ഞാൻ തന്നെ വന്നിരുന്നു. കുറച്ച് നേരം പ്രാർത്ഥിച്ചു. മിനിസ്ട്രിയെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ പരിശുദ്ധാത്മാവ് നൽകിയ ഒരു ആലോചന പ്രകാരം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കഴിഞ്ഞാൽ ഞാൻ ആ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാണ് സ്തോത്രം. അപ്പൊ ഞാനത് ഫേസ്ബുക്കിൽ കുറിച്ച് വെളുപ്പക്കാരായപ്പോൾ ഞാൻ അതിന്റെ ചായ ഇട്ട് എന്റെ വൈഫിനെ കൊണ്ട് കൊടുത്തു. വിളിച്ചെഴുന്നേപ്പിച്ച് ചായ കൊടുത്തിട്ടാണ് ഞാൻ ഈ ഫേസ്ബുക്കിൽ ഇത് കുറിച്ചിട്ട് അങ്ങനെ ഇരുന്ന് ഞങ്ങൾക്കൊരു മരണം ഉണ്ടായിരുന്നു. ആ മരണ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് എന്റെ സിസ്റ്റർ എന്നെ വിളിച്ച് പറയുന്നത്, നിന്നെ അറസ്റ്റ് ചെയ്തോ, അല്ലെ പോലീസ് കേസെടുത്തോ, അല്ലെങ്കിൽ എന്താണ് കാര്യം? ഞാൻ പറഞ്ഞു ഒന്നുമില്ല. എന്താ കാര്യം ചോദിച്ചോ? പറഞ്ഞു ഇതുപോലെ TV-ക്കകത്ത് ഞങ്ങൾ കണ്ടു, ഇതുപോലെ വലിയ വാർത്ത വന്നെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നുമില്ല, അത് ചില പ്രശ്നങ്ങളാണ്, അതൊന്നുമില്ല. എനിക്കൊരു ഭയങ്കര ഒരു ധൈര്യം. കാരണം നമ്മൾ അല്ലാതെയൊക്കെ എന്തെങ്കിലും ഒരു വിഷയം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഭയമുള്ള ആളാണ്. കാരണം നമുക്കിപ്പം നാട്ടുകാരറിഞ്ഞ അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് അപകീർത്തിപ്പെടുത്തിയാൽ എങ്ങനെ അറിയും? എനിക്കൊരു ഭയമില്ല. ഞാൻ എൻ്റെ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചു. എൻ്റെ കൈകൾ കൊണ്ട്, എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാനൊരു പാപവും ചെയ്യത്തുമില്ല. സ്തോത്രം. പ്രവർത്തനങ്ങൾ തുടരുക, ഭയപ്പെടരുത്. പ്രാർത്ഥന ഉണ്ടാകണം കേട്ടോ. ലൈവിൽ നിന്ന് പോവാണ്. ഇനി ആരെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്തേക്കണേ. ഒത്തിരി താങ്ക്സ്. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവർ ലൈവിൽ വന്നിട്ടുണ്ട്. അവരോടെല്ലാം ഹൃദയത്തിന്റെ ഭാഷയും നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.